നമസ്കാരം. റോക്കറ്റിന്റെ വേഗതയിൽ ലോകത്ത് മറ്റെന്തുണ്ടെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയേണ്ടി വരും കുതിച്ചുയരുന്ന ഇന്ധനവിലയുണ്ടെന്ന്. 10 ദിവസത്തിന് 5 രൂപയോളമാണ് പെട്രോളിനും ഡീസലിനുമായി മാറി മാറിക്കൂടിയത്. കാറും ബൈക്കും ഓട്ടോയും ഉള്ളവരല്ലേ പ്രശ്നമുള്ളൂ എന്ന് കരുതുന്നവരോട് ഒന്ന് അങ്ങാടി ചെന്നാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വില അങ്ങനെ കുതിച്ചുയരുകയാണ്. ഇതെല്ലാം കണ്ടിട്ടും ഇതൊന്നൊരു പ്രശ്നമേ അല്ല എന്ന് കരുതുന്ന അധികാരവർഗത്തോടാണ് ജനമെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ജനപക്ഷത്ത് നിന്ന് ജനകാര്യങ്ങൾ സംസാരിക്കുന്ന പൊതുജനത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്കിവിടെ തുടങ്ങാം. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. രൂപയായും പൈസയുമായൊക്കെ ഓരോ ദിവസവും ഇന്ധനത്തിന് വില കൂടി വരികയാണ്. തുടക്കത്തിൽ 3 രൂപ കൂടി, പിന്നെ അങ്ങോട്ട് പൈസയാണ് കൂടി വരുന്നത്. ഇന്ന് പെട്രോളിന് ഏതാണ്ട് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് വർദ്ധിച്ചത്. 10 ദിവസത്തിനിടെ 3-ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. പ്രധാനമന്ത്രി സ്വന്തം പൗരന്മാരെ കൊള്ളയടിക്കുകയാണെന്ന വിമർശനവുമായി പ്രതിപക്ഷ രംഗത്തെത്തി. ആഗോളതലത്തിൽ കൂടുന്ന അത്ര ഇവിടെ കൂട്ടുന്നില്ല എന്ന വിചിത്ര ന്യായീകരണവുമായി കേന്ദ്രം രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് വിശദമായി ജനങ്ങൾ എന്തു പറയുന്നു, അവരെന്തൊക്കെ അനുഭവിക്കുന്നു, ഇനി അവരെന്തെല്ലാം അനുഭവിക്കാൻ പോകുന്നുവെന്ന് വിശദമായി അജു കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരും. ഒരു വീട്ടിൽ ഒരു ഇരുചക്ര വാഹനം അല്ലെങ്കിൽ ഒരു കാറ് എല്ലാ വീടുകളിലും അത് കാണാൻ കഴിയും. പക്ഷേ ഇന്ധനവിലയെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്ധനത്തിൻ്റെ വില 110 മുകളിൽ കടന്നിരിക്കുകയാണ്. അതായത് സെഞ്ചുറിക്ക് മുകളിലായി കഴിഞ്ഞിരിക്കുന്നു ഇന്ധനവില. ആ ഇന്ധനവില കൂടിയതിനെ ന്യായീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അവർ പറയുന്ന വാദം ഇതാണ്: 10 ദിവസത്തിനിടെ 3 തവണകളായി ഇതിനോടകം 5 രൂപയാണ് പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചത്. ഇന്ന് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും കൂടി. ഇതോടെ കൊച്ചിയിൽ ഡീസലിന് 99.59 പൈസയും പെട്രോളിന് 110.67 പൈസയുമായി. കോഴിക്കോട് 110 രൂപ 97 പൈസയാണ് പെട്രോളിന്റെ വില. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 20 മുതൽ 90% വരെ വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ 5% മാത്രമാണ് വർദ്ധിപ്പിച്ചതെന്ന ന്യായീകരണവുമായാണ് കേന്ദ്രം രംഗത്തെത്തിയിരിക്കുന്നത്. പ്രയാസമാണ്, വളരെ കഷ്ടപ്പാടാണ്. ഇത് മീൻ വിറ്റിട്ട് നമ്മൾ ജീവിക്കണ്ടേ? നമുക്കെല്ലാം പെട്രോളിനും ഡീസലില്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ. അന്നത്തെ ജീവിതം തന്നെ ആ മാർഗത്തിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം വളരെ പ്രയാസങ്ങളാണ്. കടുത്ത നഷ്ടം സഹിച്ച 76 ദിവസം ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. 3 തവണകളായി 5 രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് വർധന ഉണ്ടായതെന്ന് പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നു. 76 ദിവസം കനത്ത നഷ്ടം എണ്ണ കമ്പനികൾ സഹിച്ചു എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രമേ ഇവിടെ ഉയരുന്നുള്ളൂ: അതിന്റെ പാപഭാരം ചുമക്കേണ്ടത് പൊതുജനമാണോ? പെട്രോൾ വില കൂടുന്നത് മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുമെന്ന ആശങ്കയുമുണ്ട്. പെട്രോളിന് വില കൂടി എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. അതന്നെ, ഇനിയിപ്പോൾ എന്ത് പറയാനാ, ഈ കുറേയായിരിക്കില്ലേ. ദിനംപ്രതി വില കൂടുമ്പോൾ സാധാരണക്കാരൻ എന്ത് ചെയ്യുമെന്ന ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്. 800 രൂപ മിനിമം വേതനം ലഭിക്കുന്ന ഒരു സാധാരണക്കാരൻ വാഹനം നിത്യേന ഉപയോഗിച്ച് ജോലിക്ക് പോകുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് നഷ്ടമാകുന്നത് 110 രൂപയ്ക്ക് മുകളിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നതും അവനെ ഇരുട്ടിലാക്കുന്നു. ഒരു കാര്യം മാത്രമാണ് ഭരണകൂടത്തോട് ആളുകൾക്ക് പറയാനുള്ളത്: പൊതുജനം കഴുതയല്ല. രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അജി കുഞ്ഞുമോനോട് ആ ചേട്ടൻ ചോദിച്ചതുപോലെ ഇത് കുറയുമായിരിക്കുമല്ലേ? അറിയില്ല ചേട്ടാ, കുറയാൻ സാധ്യതയില്ല. ഇന്നേവരെ ഇന്ത്യയിൽ വില കൂട്ടിയപ്പോഴൊന്നും പിന്നീട് അത് വില കുറച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് കുറയാനുള്ള സാധ്യതയില്ല. ഇനി കുറച്ചു കാലത്തേക്ക് ഈ സംഖ്യയായിരിക്കും 1 ലിറ്റർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില. ആദ്യ ദിവസം 3 രൂപ കൂട്ടിയപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി. പിന്നെ 80 പൈസ 70 പൈസ എന്ന കണക്ക് കൂട്ടുമ്പോൾ പൈസയല്ലേ കൂട്ടുന്നെന്ന കണക്കിൽ ആളുകൾ അത് ചിന്തിച്ചില്ല. അങ്ങനെ കൂട്ടി 5 രൂപയിലേറെയായി. എല്ലാവരുടെയും കുടുംബത്തിന്റെ ബഡ്ജറ്റിന് താളം തെറ്റിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുന്നത് പെട്രോളിന് മാത്രമല്ല, അടിസ്ഥാനമായി അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന എല്ലാവരുടെയും ഇൻകം കൂട്ടേണ്ടതുണ്ട്. പച്ചക്കറിക്ക് വില കൂടും, ഫ്രൂട്ട്സിന് വില കൂടും, അരിക്ക് വില കൂടും. അവസാനം മനുഷ്യൻ തിന്നുന്നതിനടക്കം വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ മറ്റൊരു വാർത്തയിലേക്കാണ്. എന്തായാലും പെട്രോൾ വില കുറയട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ആനവണ്ടിയിലൊരു സൗജന്യ യാത്ര. ഇത് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഏജൻസിയുടെ ടാഗ്ലൈൻ പരസ്യമാണെന്ന് കരുതരുത്. ഇലക്ഷന് മുമ്പ് കോൺഗ്രസ് പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ പ്രഖ്യാപനങ്ങൾ ഒന്നാണ്. അങ്ങനെ സ്ത്രീകൾക്ക് ആനവണ്ടിയിൽ സൗജന്യ യാത്ര നടപ്പിലാക്കാൻ പോകുന്നു. കേരളത്തിന് പുറത്ത് ഇതുവരെ 8 സംസ്ഥാനങ്ങളിലാണ് സൗജന്യ യാത്ര നടപ്പിലാക്കിയത്. ഓരോ സംസ്ഥാനത്തും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അവരുടെ പൊതു സംവിധാനത്തിൽ നടപ്പിലാക്കിയപ്പോൾ വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ പൊതുഗതാഗതത്തിന് സർക്കാർ ബഡ്ജറ്റിൽ നിന്ന് പണം അനുവദിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെ ആനവണ്ടിയിൽ സൗജന്യ യാത്ര നടപ്പിലാക്കാനാകും? എന്തൊക്കെയാണ് പ്രതിസന്ധി? റിസർച്ചിൽ നിന്ന് വിനയ് ഉണ്ണി തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ടിലേക്കാണ് ആനവണ്ടിയിൽ ആദ്യം എന്തൊക്കെ.
ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി 2026 ജൂൺ 15 മുതൽ ആരംഭിക്കാനാണ് VD സതീശൻ സർക്കാരിന്റെ തീരുമാനം. ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. KSRTCയുടെ എല്ലാ ബസ്സുകളിലും സൗജന്യയാത്ര നൽകിയാൽ പ്രതിമാസം 112 കോടി രൂപയുടെ നഷ്ടം വരുമെന്ന് KSRTC ഗതാഗത സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ പദ്ധതി സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്നതിനാൽ KSRTC ജീവനക്കാരുടെ ശമ്പളത്തെയോ പെൻഷനെയോ ഇത് ബാധിക്കില്ല എന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ ഉറപ്പു നൽകുന്നത്. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമായിട്ട് ഈ യാത്രയ്ക്ക് യാതൊരു സാമ്പത്തികമായ ബന്ധവും ഇല്ല. അത് ഗവൺമെന്റിന്റെ പ്രോഗ്രാം KSRTC കൂടെ നടപ്പാക്കുന്നത്. ആശങ്ക വേണ്ട, 1-ാം തീയതി ശമ്പളം കിട്ടും, പെൻഷൻ കിട്ടും. അതേസമയം വനിതകൾക്ക് സൗജന്യ ബസ് യാത്രയുള്ളത് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലാണ്. ഡൽഹിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃക. ഡൽഹിക്ക് പുറമെ കർണാടക, തെലങ്കാന, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിൽ പദ്ധതി ഇതിനോടകം നടപ്പിലാക്കിയിട്ടുണ്ട്. വരുന്ന ജൂൺ 1 മുതൽ പശ്ചിമബംഗാളിലും പദ്ധതി നടപ്പിലാക്കാനിരിക്കുകയാണ്. പിങ്ക് ടിക്കറ്റ് സ്കീം എന്ന പേരിൽ ഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി വനിതകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയത്. AAP സർക്കാരിന്റെ നേതൃത്വത്തിൽ 2019 പദ്ധതി നടപ്പിലാക്കി. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളിൽ സ്ത്രീകൾക്ക് പിങ്ക് ടിക്കറ്റ് നൽകിയാണ് സൗജന്യയാത്ര അനുവദിക്കുന്നത്. ഇതിനായി പിങ്ക് സഹേലി സ്മാർട്ട് കാർഡുകളും നൽകി. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ ഡൽഹി സർക്കാർ ബജറ്റിൽ ഓരോ വർഷവും 340 കോടിയിലധികം രൂപ വകയിരുത്തുന്നുണ്ട്. കർണാടകയിൽ ശക്തി പദ്ധതി എന്ന പേരിൽ 2023 ജൂണിലാണ് കോൺഗ്രസ് സർക്കാർ വനിതകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി ആരംഭിച്ചത്. കർണാടകയിലെ സ്ഥിരതാമസക്കാരായ സ്ത്രീകൾക്ക് അവിടുത്തെ കർണാടക RTCയുടെയും BMTCയുടെയും എല്ലാ AC ഇതര ബസ്സുകളിലും സൗജന്യമായി യാത്ര ചെയ്യാം. സ്ത്രീകൾക്ക് പുറമെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കർണാടക സർക്കാർ സൗജന്യ യാത്രാ സൗകര്യം അവതരിപ്പിച്ചിരുന്നു. തമിഴ്നാട്ടിൽ വിടിയൽ പയനം തിട്ടം എന്ന പേരിൽ DMK സർക്കാർ 2021 മുതൽ സ്ത്രീകൾക്ക് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചു. സീറോ ഫെയർ ടിക്കറ്റുകൾ വഴിയാണ് ഇവിടെ ഈ ആനുകൂല്യം നൽകുന്നത്. അതായത് ടിക്കറ്റ് നൽകും, പകരം പണം നൽകേണ്ടതില്ല. പിങ്ക് നിറം നൽകിയ പ്രത്യേക ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യയാത്ര അനുവദിക്കുന്നത്. ഓരോ വർഷവും ഏകദേശം 4000 കോടി രൂപയാണ് പദ്ധതിക്കായി തമിഴ്നാട് സർക്കാർ ബജറ്റിൽ മാറ്റിവച്ചിരിക്കുന്നത്. തെലങ്കാനയിൽ മഹാലക്ഷ്മി പദ്ധതി എന്ന പേരിൽ 2023 ഡിസംബർ മുതൽ AC ഇതര സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര ഒരുക്കിയിരുന്നു. തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ എക്സ്പ്രസ്, ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്രാ ആനുകൂല്യം ലഭിക്കുക. വർഷം ഏകദേശം 3866 കോടി രൂപ സർക്കാർ സബ്സിഡിയായി ട്രാൻസ്പോർട്ട് കമ്പനിക്ക് നൽകുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ സ്ത്രീശക്തി പദ്ധതി എന്ന പേരിൽ 2025 ഓഗസ്റ്റിലാണ് TDP സർക്കാർ വനിതകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചത്. ആന്ധ്രയിലെ സ്ഥിരതാമസക്കാരായ സ്ത്രീകൾക്ക് APSRTC ബസ്സുകളിൽ തിരിച്ചറിയൽ കാർഡ് കാണിച്ച് സൗജന്യമായി യാത്ര ചെയ്യാം. തിരിച്ചറിയൽ കാർഡ് കാണിച്ചാൽ സീറോ ഫെയർ ടിക്കറ്റ് ആയിരിക്കും നൽകുക. ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള 11,449 ബസ്സുകളിൽ 74% ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാണ്. പഞ്ചാബിൽ 2021 മുതലും ജമ്മു കാശ്മീരിൽ 2025 ഏപ്രിൽ 1 മുതലും സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി ആരംഭിച്ചിരുന്നു. സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ അതത് സംസ്ഥാനങ്ങളിലെ ഗതാഗത കമ്പനികൾക്ക് വലിയ വരുമാന നഷ്ടമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ നഷ്ടം സർക്കാരുകൾ സബ്സിഡിയായി നൽകിയാണ് പരിഹരിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കിയതിലൂടെ കർണാടക KSRTCക്ക് ആദ്യ 3 മാസം കൊണ്ട് തന്നെ 295 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കൂടിയതോടെ സർക്കാർ ബസ്സുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതോടെ കൂടുതൽ പുതിയ ബസ്സുകൾ വാങ്ങേണ്ടി വന്നു സർക്കാരുകൾക്ക്. പഴയ ബസ്സുകൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരുന്നത് കമ്പനികൾക്ക് അധിക ചിലവുണ്ടാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ ലക്ഷ്യം ലാഭമല്ല, സേവനമാണ്. അതുകൊണ്ട് ഇത്തിരി നഷ്ടം സഹിച്ചാലും ആ ഉപകാരം അല്ലെങ്കിൽ ആ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് വലിയൊരു സ്ത്രീ വിഭാഗത്തിനാണ്. പ്രത്യേകിച്ച് അസംഘടിത തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ബസ്സിനായി അല്ലെങ്കിൽ ബസ് യാത്രയ്ക്കായി മാറ്റിവെക്കുന്ന വരുമാനം അവർക്ക് സേവിങ്സായി മാറ്റിവെക്കാനാകും. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനാകും. എന്തായാലും നല്ല പദ്ധതിയാണ്. വലിയ നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബദലായി എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്താൻ കൂടി സർക്കാരിനാകട്ടെ. പദ്ധതി വലിയ വിജയമാകട്ടെ. നമ്മൾ മറ്റൊരു വാർത്തയിലേക്കാണ്. പടേണി ഗ്രാമം ആ ഗ്രാമത്തിന്റെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് വേണ്ടി ഒരു 3 ഏക്കറോളം ഭൂമിയും കണ്ടെത്തി. ഇപ്പോൾ ആ ഭൂമി കാട് കയറി നശിക്കുകയാണ്. സംഭവം പറഞ്ഞു വരുന്നത് പത്തനംതിട്ടയിലാണ്.
ഒരു കെട്ടിടമുണ്ടാക്കിയത് പതിയെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളില്ലാത്തൊരു കെട്ടിടം ഒരു നാട്ടിലുണ്ടായാൽ സ്വാഭാവികമായും നുഴഞ്ഞു കയറുന്ന ചില ആളുകളുണ്ട്, പ്രത്യേകിച്ച് സാമൂഹ്യ വിരുദ്ധർ, പിന്നീട് പാമ്പുകൾ. ഈ രണ്ട് കൂട്ടരുടെയും വിഹാര കേന്ദ്രമായ പടയണി കേന്ദ്രത്തിലെ കെട്ടിടം മാറിക്കൊണ്ടിരിക്കുകയാണ്. പടയണി കേന്ദ്രത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ആ നാട്ടിലുള്ളവർക്കുണ്ട്. പ്രത്യേകിച്ച് അവിടെ കലാകാരന്മാർ കഷ്ടപ്പെട്ട് മാസങ്ങളെടുത്ത് നിർമ്മിച്ച പടയണി കോലങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടു. മാമല കാത്തുവാണരുളോ വള്ളോന്റെ കയ്യിൽ ഉള്ളിമാൻ മഴുശൂലവും തുടിയോ. പടയണിക്ക് ചൂട്ടുവെക്കുമ്പോൾ ഓരോ വർഷവും ഉയരുന്നൊരു ചോദ്യമുണ്ട്: പടയണി ഗ്രാമം എന്ന് പൂർത്തിയാകുമെന്ന്. 2007 ഉദ്ഘാടനം ചെയ്ത പടയണി ഗ്രാമം 20 വർഷത്തോട് അടുക്കുമ്പോഴും ഇതുവരെ എങ്ങുമെത്തിയില്ല. കടമനിട്ടയുടെ കണ്ണായ സ്ഥലത്ത് കണ്ടെത്തിയ 3 ഏക്കർ ഭൂമി ഇന്നിപ്പോൾ പാമ്പുകളുടെയും തെരുവുനായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും സുരക്ഷിത കേന്ദ്രമായി മാറി. തെക്കൻ കേരളത്തിന്റെ പ്രധാന കലാരൂപമായ പടയണിയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർ പാതിവഴിയിൽ ഇറക്കിവിട്ടു പോയെന്നാണ് ഈ കലാകാരന്മാരുടെ ആരോപണം. (2007) മുതൽ ഇങ്ങോട്ട് 2026 എത്തി നിൽക്കുമ്പോൾ എവിടെ എത്തി എന്നുള്ള ചോദ്യത്തിന് ഞങ്ങളും വഴിയിലിറക്കപ്പെട്ടോ എന്നുള്ള സംശയത്തിലാണ്. ഏതാണ്ട് തെക്കൻ കേരളത്തിൻ്റെ സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന പമ്പാനദീ സംസ്കാരത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന തെളിവായിട്ട് പറയപ്പെടാവുന്ന, അതുപോലെ തന്നെ ഏറെ ചരിത്രപരവും സാംസ്കാരികപരവും കലാപരവുമായ മൂല്യങ്ങളുള്ള പടയണി എന്ന് പറയുന്ന കലാരൂപത്തിന് ഒരു പഠന ഗവേഷണ കേന്ദ്രം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി അന്ന് പ്രഖ്യാപിക്കപ്പെട്ടതും ഞങ്ങൾ കടമനട്ടക്കാർ അതിനാവശ്യമായ 3 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ഇതിനുള്ള നിർമ്മാണ അനുമതി സർക്കാരിന് ഏൽപ്പിക്കുകയും ചെയ്തത്. എന്നാൽ അതിൻ്റെ ഏതാണ്ട് 2 ഘട്ടങ്ങളിലായിട്ട് ഒരു അലങ്കാര ഗോപുരം, അതുപോലെ തന്നെ ചിറയുടെ നവീകരണം, ഒരു കൽമണ്ഡപം, ഒപ്പം ഒരു തുറന്ന കളരി അടക്കമുള്ള കാര്യങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ട് പൂർത്തീകരിച്ചു. പടയണി ഗ്രാമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതുവരെ ഏകദേശം 2 കോടിയോളം രൂപ ചിലവാക്കിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ചിലവാക്കിയതിന്റെ കണക്കുകളോ രേഖകളോ ആരുടെയും പക്കലില്ല. പടയണി ഗ്രാമം പൂർത്തിയായാൽ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പടയണിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർക്കും ഒരുപാട് ഗുണം ചെയ്യപ്പെടും. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പടയണിക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. അതുകൊണ്ടാണോ പടയണി ഗ്രാമത്തെ സംരക്ഷിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഈ പടയണി കലാകാരന്മാർ ചോദിക്കുന്നത്. വരുന്ന തലമുറയ്ക്ക് തന്നെ ഇത് ഒന്നും ചെയ്യാൻ ഒക്കാത്തൊരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ആവശ്യം പോലെ വരുന്നുണ്ട് പഠിക്കാൻ, പക്ഷേ രക്ഷകർത്താക്കൾ അവരെ വിടാത്തത് കാരണം ഇവിടുത്തെ അവസ്ഥ, പാമ്പുകളുടെ ശല്യം, പിന്നെ മദ്യപാനികൾ വരുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് രക്ഷകർത്താക്കൾ തന്നെ കുട്ടികളെ വിടാൻ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 10 മാസത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്ത ഒരു മ്യൂസിയം ഇത്. പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ ചേർത്ത് കൊണ്ട് നമ്മൾ എഴുതിയെടുത്ത ഒരു വലിയ കോലം നമ്മൾ കഴിഞ്ഞ 1 വർഷം പോലും അത് നിന്നില്ല, അത് നശിച്ചുപോയി. അത് ഭയങ്കര വിഷമമുണ്ടായി. അതുപോലെ തന്നെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം, പാമ്പുകളുടെ ശല്യം, കുട്ടികൾക്ക് ഇവിടെ കൃത്യമായിട്ട് പരിശീലനം നടത്താൻ പറ്റുന്നില്ല. വൈകിട്ട് നമുക്ക് വെട്ടത്തിൻ്റെ ബുദ്ധിമുട്ട്. ഈ കല ഇടയ്ക്ക് അതിൻ്റെ ഒരു പഠന കേന്ദ്രമായിട്ട് ഇത് വന്നപ്പം എല്ലാവിധ ആൾക്കാർക്കും ഇതിനെപ്പറ്റി നല്ല ധാരണയും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരുമ്പം ഓരോ സർക്കാരിൻ്റെ കാലത്തും അതിന് തക്കതായ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമാണ് ഇവിടുത്തെ കലാകാരന്മാർക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം കെയർ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം വേലി കെട്ടി തിരിച്ച് ഈ വെള്ളം ഒഴുകാനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാതെ, അതുപോലെ തന്നെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ചതുപ്പാണ്, ആ ചതുപ്പിൻ്റെ അകത്ത് ഇല്ലാത്ത രീതിയിൽ ഇതിൻ്റെ മണ്ടയിൽ വീണ്ടും മണ്ണുകളൊക്കെ നിറച്ച് വെള്ളം ഒഴുകാനുള്ള നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ ഇത് സംരക്ഷിച്ച് നിർത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്.
പടയണിയുടെ കാലപ്പഴക്കം എത്രയെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഒരു നാടിൻ്റെ കലാരൂപമല്ലിത്. കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പടയണി. പടയണി കലാകാരന്മാരെയും ഈ കലയെയും സർക്കാർ സംരക്ഷിക്കണം. പടയണി ഗ്രാമത്തിനായി ഒരു നാട് ഒരുമിച്ച് കണ്ടെത്തി നൽകിയ ഈ ഭൂമി സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇന്ന് ഈ ഭൂമി പാമ്പുകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും സ്വൈര്യവിഹാര കേന്ദ്രമായി മാറി. അത് ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് പടയണി കലാകാരന്മാരെയാണ്. ഇനിയും ഈ രീതിയിൽ പടയണി ഗ്രാമം നശിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ നിന്നു കൊടുക്കരുത്. എത്രയും വേഗം ഇടപെട്ടേ മതിയാകൂ. കടമനിട്ടയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഒരു പ്രദേശത്തിന്റെ സാംസ്കാരിക മൂല്യം അടയാളപ്പെടുത്താൻ ഒരു വലിയ പദ്ധതി പ്രഖ്യാപിക്കുക, സ്ഥലം ഏറ്റെടുക്കുക, ഒരു കെട്ടിടം പണിയുക, പിന്നീട് അങ്ങോട്ട് നോക്കാതിരിക്കുക, അത് സാമൂഹ്യ വിരുദ്ധർക്ക് താവളമാവുക. നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഉണ്ടാകുന്നതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് ആ പടയണി ഗ്രാമം. സമാനമായ മറ്റൊരു ഡെവലപ്മെന്റ് വിഷയം തന്നെയാണ്, വികസന വിഷയം തന്നെയാണ്. കോട്ടയത്ത് 11 വർഷമായി നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന പാലം പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പുതുപ്പള്ളി, ഏറ്റുമുനാർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ആറുമാനൂർ പാറേക്കടവ് പാലമാണ് പൂർത്തിയാകാതെ വർഷങ്ങളെ അങ്ങനെ തന്നെ കിടക്കുന്നത്. തൂണുകളടക്കം സ്ഥാപിച്ചിട്ടും പാലം പണി എങ്ങും എത്തിയില്ല. നാട്ടുകാർ നിരവധി തവണ സമരങ്ങൾ നടത്തിയിട്ടും യാതൊരു പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നാട്ടുകാരുടെ ആവശ്യം ഗൗനിക്കുന്നതായി അവർക്ക് അധികാരികളൊന്നും തോന്നിയിട്ടേയില്ല. ടോബി ജോൺസൺ കോട്ടയം തയ്യാറാക്കിയ സമഗ്ര റിപ്പോർട്ടിലേക്ക്. മീനച്ചിലാറിന് കുറുകെ പാറേക്കടവും നന്ദ്യാട്ടുകടവും ബന്ധിപ്പിച്ചാണ് പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു പ്രഖ്യാപനം. പിന്നാലെ നിർമ്മാണവും ആരംഭിച്ചു. 4 കോടി രൂപ വകയിരുത്തി ആരംഭിച്ച പദ്ധതി പക്ഷേ പാതി വഴിയിൽ മുടങ്ങി. പുഴയ്ക്ക് കുറുകെ തൂണുകൾ സ്ഥാപിച്ചെങ്കിലും സർക്കാർ മാറിയതോടെ മറ്റു ജോലികളൊന്നും നടന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും നടക്കാതെ വന്നതോടെ നാട്ടുകാരും പ്രതീക്ഷ കൈവിട്ടു. ഈ പാലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ പോകുന്ന വണ്ടികൾ അത്രയും ദൂരം കറങ്ങി അത്രയും ബ്ലോക്കിനകത്ത് പെടാതെ അയർക്കൊന്നും ചാടിയാൽ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കാരിത്താസ് ആണെങ്കിൽ ഒരു 3.5 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് കാരിത്താസിലെത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ വഴിയിൽ വലിയ ബ്ലോക്കില്ല, നല്ല വഴിയുമായിരുന്നു. പക്ഷേ ഈ പാലം പണി ഇതുവരെയായിട്ടും യാതൊരു നടപടിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. 90% തന്നെ ആയിട്ടുണ്ട് ഈ പാലത്തിൻ്റെ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഫണ്ടില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്യും, കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഈ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കുന്നില്ല. അതെ, 2 പ്രാവശ്യം മന്ത്രിസഭ വന്നിട്ടും ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു നോക്കി, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ആറുമാനൂര് അയർക്കുന്ന ഭാഗത്തുള്ളവർക്ക് കോട്ടയം മെഡിക്കൽ കോളേജ്, കാരിത്താസ് ഹോസ്പിറ്റൽ ഇതൊക്കെ പോകാൻ വളരെ എളുപ്പമുള്ള റോഡായിരുന്നു. 11 വർഷത്തോളമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം ഒരു 65% പണി ഏകദേശം തീർന്നു തോന്നുന്നു. ഇനി ഇത് ഈ 11 വർഷമായി കിടന്നതിൻ്റെ കമ്പികളൊക്കെ തുരുമ്പെടുക്കാൻ തുടങ്ങി. ഈ കോൺക്രീറ്റൊക്കെ ഇനി എത്രത്തോളം ബലവസ്ഥാണെന്ന് അറിയത്തില്ല. അധികൃതർ ശ്രദ്ധയെ ഞങ്ങൾ ഒത്തിരി സമരങ്ങളും കാര്യങ്ങളും പരിപാടികളൊക്കെ വെച്ചതാണ്. പക്ഷേ അതിലൊന്നും ആരും ഒന്നും ശ്രദ്ധിച്ചോ അതിനെപ്പറ്റി അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. ഇനി വരുന്ന മന്ത്രിസഭയിലും ഈ പാലത്തിന് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇത് പണിത് തന്ന് ജനങ്ങൾക്ക് സഹായമാകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. റവന്യൂ വകുപ്പിന്റെ റിവർ മാനേജ്മെന്റ് ഫണ്ടാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഫണ്ട് ലഭിക്കുന്നതിലുണ്ടായ തടസ്സമാണ് തിരിച്ചടിയായത്. പാലം നിർമ്മാണം തുടങ്ങിയതോടെ കടവും ഇല്ലാതായി. ഇതും നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നല്ലൊരു കടത്ത് ആയിരുന്നു. ധാരാളം ആളുകൾ അക്കരയിൽ നിന്ന് പള്ളിയിലും അമ്പലത്തിലും എല്ലാം പോകാൻ ഇതുവഴി യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഇവിടുന്ന് പേരൂരിൽ നിന്നും അയർക്കുന്നം ഞങ്ങൾക്കും എളുപ്പമുണ്ടായിരുന്നു പോകാനായിട്ട്. അതുപോലെ ഇത് നല്ലൊരു കുളികടമായിരുന്നു. വേനൽക്കാലമായാൽ ധാരാളം ഒത്തിരി ദൂരെ നിന്ന് കുളിക്കാനും അലക്കാനും ഒക്കെ ധാരാളം ആൾക്കാർ വണ്ടിയെ പോലും വന്ന് കുളിക്കുകയും നനയ്ക്കുകയും ചെയ്തിട്ട് പോകാറുണ്ട്. ഇപ്പോൾ യാതൊരു കാരണവശാലും ഇവിടെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾ പലരും, ഞാൻ സഹിതം ഇവിടെ വീണിട്ടുണ്ട്. അതുപോലെ കരിങ്കല്ലുമൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല ഒരു കാര്യത്തിനും. പാലം പണി തടസ്സപ്പെട്ടതോടെ നാട്ടുകാർ പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങി. എന്നാൽ ഇതുവരെ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കാലത്തും പാലം പണി പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് പോലും കൃത്യമായി ഇവിടെയുണ്ട്. എന്നിട്ടും ഈ പാലം പണി മാത്രം പൂർത്തിയാക്കാത്തതെന്ത് എന്ന ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതിന് ബന്ധപ്പെട്ട അധികൃതർ കൃത്യമായ ഒരു മറുപടി നൽകിയേ മതിയാകൂ. അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ഇതൊരു വാർത്തയിലേക്കാണ്. കോട്ടയം വൈക്കം തവണക്കടവ് സർവീസ് നടത്തുന്ന ജങ്കാർ കായലിൽ കുടുങ്ങിയിരിക്കുകയാണ്. 2.5 മണിക്കൂറുകളായി ആ ജങ്കാർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. അതിലുള്ള യാത്രക്കാരെയൊക്കെ മാറ്റിയിട്ടുണ്ട്.
ജങ്കാർ മാത്രം കരക്കെത്തിക്കാനുള്ള ശ്രമമാണ് അവിടെ തുടരുന്നത്. ടോബി ജോൺസൺ കോട്ടയം ചെയ്യുന്നു. ടോബി, ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല, യാത്രക്കാരെയൊക്കെ കരക്കെത്തിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ജങ്കാർ ഉടനടി കരക്കെത്തിക്കാനാകുമോ? സുഹൈല്, തീർച്ചയായിട്ടും കരക്കെത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്ന് വൈകുന്നേരം അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും ഉണ്ടായിരുന്നു. ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ ജങ്കാർ ദിശ തെറ്റി മൺതിട്ടയിലേക്ക് ഇടിച്ചു കയറി തങ്ങി നിൽക്കുകയായിരുന്നു. തുടർന്ന് ജങ്കാർ അവിടെ നിന്നും മാറ്റാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല. അതിനുശേഷമാണ് മറ്റൊരു ബോട്ട് കൊണ്ടുവന്ന് ഈ ആളുകളെല്ലാം അതിൽ നിന്നും മാറ്റിയത്. എന്തായാലും യാത്രക്കാരെല്ലാം സുരക്ഷിതരായി തന്നെ കരയിലേക്ക് അവരെല്ലാം എത്തിച്ചിട്ടുണ്ട്. ഈ ജങ്കാറിൽ ലോറികളും മറ്റ് വാഹനങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജങ്കാർ മൂവ് ചെയ്ത് അത് അവിടെ നിന്ന് മാറ്റി കരക്കെത്തിച്ചെങ്കിൽ മാത്രമേ ഈ വാഹനങ്ങളെല്ലാം ഇറക്കാൻ സാധിക്കുകയുള്ളൂ. ഉടൻ തന്നെ അതിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ജങ്കാർ ഫുൾ ലോഡിലാണ്. അവിടെയുള്ള അതിലുള്ള ആളുകളെ എല്ലാം കരക്കെത്തിച്ചിട്ടുണ്ട്. ഈ ലോഡൊക്കെ ഒന്ന് താഴെ ഇറക്കി ലോഡൊന്ന് കുറച്ചാൽ മാത്രമേ ആ ജങ്കാർ കരക്കെത്തിക്കാനാവുകയുള്ളൂ. ടോബി ജോൺസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആശുപത്രിയാണ് ചിറയൻകീഴ് സർക്കാർ ആശുപത്രി. ഒരുപാട് പരിമിതികൾ ആശുപത്രിക്ക് അടുത്ത സർക്കാർ വലിയ പ്രഖ്യാപനം നടത്തി. ഏതാണ്ട് ഒരു ബഹുനില കെട്ടിടം ഇവിടെ അടുത്ത കാലത്ത് നിർമ്മിച്ചു നൽകി. നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും കോടികൾ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടം പൊതുജനങ്ങൾക്ക് ഇതുവരെ ഉപകാരപ്പെട്ടിട്ടില്ല. ഒരു സ്മാരകമെന്ന് കണക്കി ആ കെട്ടിടം വെറുതെ അവിടെ കിടപ്പാണ്. ചിറയൻകീഴ് അഴൂർ സ്വദേശിയായ 8 വയസ്സുകാരൻ ദിക്ഷലിന് പാമ്പ് കടിയേൽക്കുന്നു. തുടർന്ന് മാതാപിതാക്കൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടിയില്ലെന്നായിരുന്നു ആരോപണം. ഇതോടെയാണ് ചിറയൻകീഴ് ആശുപത്രിയെക്കുറിച്ച് ചർച്ച ഉയരുന്നത്. സർക്കാർ ആശുപത്രിയാണ്, പരിമിതികൾ ഏറെയുണ്ട്. എന്നാൽ ഈ പരിമിതികളൊക്കെ മനസ്സിലാക്കിയാണ് സംസ്ഥാന സർക്കാർ കോടികൾ മുടക്കി ഒരു ബഹുനില കെട്ടിടം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കൊട്ടിഘോഷിച്ചു നടത്തി. ഉദ്ഘാടനം നടത്തിയതല്ലാതെ കെട്ടിടം പൊതുജനങ്ങൾക്ക് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. മാർച്ച് മാസം ആദ്യവാരമാണ് നമ്മുടെ ഈ കാണുന്ന പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം. അതിൻ്റെ അകത്ത് ഒരു സാമഗ്രിയോടും കൊണ്ടുവരാൻ പറ്റും. ഒരു ബെഡ് പോലും അതിനകത്ത് ഇടാതെയാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നത്. അന്ന് ഉദ്ഘാടനത്തിന് വേണ്ടി മുടക്കിയ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ 2 ബെഡെങ്കിലും ഇട്ടും എടുക്കാം. തീരദേശ മേഖല ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റൽ. ചിറയൻകീഴ്, വക്കം, കടക്കാവൂർ തുടങ്ങി മേഖലകളിൽ നിന്ന് 500-ലധികം രോഗികളാണ് ദിവസേന ഈ ആശുപത്രിയിലെത്തുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവനമില്ലാത്തതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഫിറ്റ്നസ് ഇല്ലെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം രേഖപ്പെടുത്തിയ ഏതു നിമിഷവും തകർന്നു വീഴാറായ കെട്ടിടത്തിലാണ് ഇപ്പോഴും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വാർഡുകൾ. ഡയാലിസിസ് യൂണിറ്റ് ആ കെട്ടിടത്തിൽ തന്നെ. 150ഓളം രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ 20 പേർക്ക് മാത്രമാണ് സൗകര്യം. നിർമ്മാണം പൂർത്തിയായെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും സജ്ജമാകാതെ ഉദ്ഘാടനം ചെയ്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നാണ് ആക്ഷേപം. ഡയാലിസിസ് യൂണിറ്റെങ്കിലും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ഇപ്പോൾ അവിടെ ഡയാലിസിസ് യൂണിറ്റ് നടത്തുന്നത് പഴയ കെട്ടിടത്തിലാണ്. PWD എഞ്ചിനീയറിംഗ് വിങ് പൊളിച്ചു മാറ്റാൻ പറഞ്ഞ ആ കെട്ടിടത്തിലാണ് ഇപ്പോഴും ഡയാലിസിസ് രോഗികളുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഡയാലിസിസ് രോഗികളുടെ യൂണിറ്റെങ്കിലും ഇപ്പുറത്ത് തുറന്നു കൊടുക്കുവാൻ നാളിതുവരെ സാധിച്ചു. ജീവൻ രക്ഷിക്കാൻ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെത്തുന്നവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണിപ്പോൾ. അടിസ്ഥാന സൗകര്യമെന്ന് പറഞ്ഞ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാകട്ടെ താഴിട്ട് കൂട്ടിയ നിലയിലും. ആദിയോടെ ആശുപത്രിയിലെത്തുന്ന ചിറയൻകീഴുകാർക്ക് ആശങ്കയുണ്ട്. ഈ ആശങ്ക പരിഹരിക്കാൻ പുതുതായി അധികാരത്തിലെത്തുന്ന ആരോഗ്യവകുപ്പും സർക്കാരും തയ്യാറാകണം. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഒരു പുതുപുത്തൻ കെട്ടിടം ഇപ്പുറം ഉണ്ടായിട്ടും ആ പഴയ കെട്ടിടത്തിൽ ഇരുത്തി രോഗികളെ നരയിപ്പിക്കണമെന്ന് ആർക്കാണാവോ ഇത്ര വാശി? ആ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ എന്താണാവോ ഇത്ര താമസം? എന്തായാലും പൊതുജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉത്തരം പറയേണ്ട അധികൃതരാണ്. നമ്മൾ മറ്റൊരു ജനകീയ പ്രശ്നത്തിലേക്ക് തന്നെയാണ്. കോഴിക്കോട് ഒരു വാഹനവുമായി ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പാർക്കിംഗ് പ്രതിസന്ധി കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് കോഴിക്കോട്. പക്ഷെ അതേസമയം കോർപ്പറേഷന്റെ പാർക്കിംഗ് പാസ പദ്ധതികൾ എങ്ങും എത്താത്ത നിലയിലാണ്. പാർക്കിംഗ് പ്രതിസന്ധി പരിഹരിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി കൂടിയാണിത്. ഇതോടെ നഗരത്തിലെത്തുന്നവർ വാഹനം പാർക്ക് ചെയ്യാൻ ഇടമില്ലാതെ നട്ടം തിരിയുകയാണ്. പിഴയടിച്ചു മടുത്തെന്നും പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നുമാണ് നഗരത്തിലെത്തുന്ന പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ പറയുന്നത്. അവർക്ക് ഈ പ്രശ്നത്തിന് പാർക്കിംഗ് പ്രതിസന്ധിക്ക് ഒരു അറുതി വേണം, അവസാനം വേണം. കോഴിക്കോട് നഗരത്തിലെത്തുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പാർക്കിംഗ് പ്രതിസന്ധി. കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ 2 പാർക്കിംഗ് പ്ലാസകൾ എവിടെയെന്നാണ് അവരുടെ ചോദ്യം.
നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാനായി കോർപ്പറേഷൻ കൊണ്ടുവന്ന 2 പദ്ധതികളും എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. മാനാഞ്ചിറ കിഡ്സൺ കോർണറിലെ സത്രം ബിൽഡിംഗ് പൊളിച്ചുമാറ്റിയത് 3.5 വർഷം മുൻപാണ്. കെട്ടിടം പൊളിച്ചു നീക്കി അവിടെ ബഹുനില പാർക്കിംഗ് പ്ലാസ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും പാർക്കിംഗ് പ്ലാസ നിർമ്മാണം ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ അനുമതി കാത്തുകിടക്കുകയാണ്. ഇതോടെ ദുരിതത്തിലായത് നഗരത്തിലെത്തുന്ന ജനങ്ങളാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാണ്. 4 ആളുകളുണ്ട്. ഒരു പുറത്താണ് നിൽക്കുന്നത്. ഒരു പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ നോക്കി നടക്കുകയാണ്. എവിടെയും സ്ഥലമില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം ശരിക്കും. അപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞ വർഷങ്ങളായി, അതൊന്നും നടക്കുന്നില്ല. കോർപ്പറേഷൻ കുറേ പൈസ അതിന് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കൗൺസിൽ വരുമ്പോഴും അതിന് അലോക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. കാര്യങ്ങൾ ഇത് ഇവിടെ മാത്രമല്ല, നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് കോംപ്ലക്സ് ഇല്ല. ഇത് ഇവിടുത്തെ മാത്രം ഇഷ്യൂ അല്ല, കാലിക്കറ്റ് സിറ്റിയിലുള്ള ഏറ്റവും വലിയ ഇഷ്യൂ ആണത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ പാർക്കിംഗ് പ്ലാസ എന്ന നിലയിലാണ് 2010 റെയിൽവേ ലിങ്ക് റോഡിലെ പാർക്കിംഗ് പ്ലാസ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. പ്രവൃത്തി തകൃതിയായി നടന്നുവെങ്കിലും ഇടയ്ക്കുണ്ടായ ഭൂമി തർക്കവും വിജിലൻസ് കേസും സാമ്പത്തിക പ്രതിസന്ധിയും നിർമ്മാണം പ്രതിസന്ധിയിലാക്കി. പിഴ അടച്ചുമടുത്തെന്നും എത്രയും വേഗം പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. മസ്റ്റായിട്ട് കോഴിക്കോട് സിറ്റിയിൽ നല്ലൊരു പാർക്കിംഗ് ഏരിയ നിർബന്ധമായിട്ട് വരണം. നമ്മളിപ്പോൾ എവിടെയും കൊണ്ട് വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ വന്ന് ഫൈൻ ചെയ്യും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല. കിഡ്സൺ കോർണറിലെ പാർക്കിംഗ് പ്ലാസ നിർമ്മാണം സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പരമാവധി വേഗത്തിൽ ആരംഭിക്കുമെന്നും റെയിൽവേ റോഡിലെ പാർക്കിംഗ് പ്ലാസ ഉടൻ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അതിൻ്റെ ഫയൽ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് അതിൻ്റെ തുടർ നടപടികൾ നീക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അത് സർക്കാർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ടെൻഡർ ചെയ്യേണ്ടതായിട്ട് വരും. കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറ് കത്തി ഗർഭിണി മരിച്ച സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് പരിക്കേറ്റിരുന്ന മുൻസീറ്റിൽ വാഹനം ഓടിച്ചിരുന്ന ഭർത്താവ് രജിൻലാൽ ചികിത്സയിലിരിക്കെ മരിച്ചു എന്ന ആശങ്കകരമായ വാർത്ത വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. ഏതാണ്ട് അവർ ആശുപത്രിയിലേക്ക് പോയി വീടിന് സമീപത്ത് എത്തി. വീടിൽ നിന്ന് ഏതാനും ദൂരം അകലത്ത് മാത്രമാണ് കാറ് കത്തി നശിച്ചത്. സോന എന്ന ഗർഭിണിയായ യുവതി തൽക്ഷണം തന്നെ മരിച്ചിരുന്നു. പെട്രോള് സോന കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ആത്മഹത്യയാണെന്നുള്ള വിലയിരുത്തലൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നിരുന്നു. ഇതിനിടയിലാണ് ചികിത്സയിലിരിക്കെ രജിൻലാൽ മരിച്ചിരിക്കുന്ന സങ്കടകരമായ വാർത്ത വരുന്നത്. ഇരുവരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. രജിൻലാലിന് മറ്റ് ബന്ധുക്കൾ നടക്കാനുള്ള ആരോപണങ്ങൾ മരിച്ച സോനയുടെ ബന്ധുക്കൾ ഉയർത്തിയിരുന്നു. സോന പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. സോന ആത്മഹത്യ ചെയ്താണ്. കാറിന് പിന്നിലിരുന്ന് പെട്രോൾ വെച്ച് സ്വയം തീ കൊളുത്തിയതാണ് അനുമാനത്തിലാണ് പോലീസ് ഉള്ളത്. സോന ഇരുന്ന പിൻസീറ്റിൽ നിന്നാണ് തീ പടർന്നത്. പിന്നീട് ഡോർ ലോക്കായതുകൊണ്ട് സോനയെ പുറത്തിറക്കാനായില്ല. മുൻസീറ്റിലിരുന്ന രജിൻലാലും 65% പൊള്ളലേറ്റ് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. ഈ ചികിത്സയെ തുടരുന്നതിനിടെയാണ് രജിൻലാൽ മരിച്ചിരിക്കുന്ന വാർത്ത ഇപ്പോൾ വരുന്നത്. ഏതാണ്ട് ഒരാഴ്ച മുമ്പായിരുന്നു ഈ സംഭവം. രാത്രിയോടുകൂടി ആശുപത്രിയിലും ബന്ധുവീട്ടിലൊക്കെ പോയി തിരികെ വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു സോനയും രജിൻലാലും. അവിടെ വീടിന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെ നിന്നാണ് കാർ പെട്ടെന്നൊരു സ്ഫോടക ശബ്ദത്തോടെ കത്തി അമർന്നത്. പിന്നീട് വലിയ രീതിയിലുള്ള പരിശോധന നടത്തി. ഫോറൻസിക് പരിശോധനയും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന നടത്തിയപ്പോഴൊന്നും ഷോർട്ട് സർക്യൂട്ട് അല്ല ഈ തീപിടുത്തത്തിന് കാരണമെന്ന് അനുമാനത്തിലെത്തി. പിന്നീടുള്ള അന്വേഷണത്തിൽ ആത്മഹത്യ നിഗമനത്തിലേക്ക് എത്തി. ഇപ്പോൾ അജി കുഞ്ഞുമോൻ ചെയ്യുന്നു. അജി, രജിൻലാൽ ചികിത്സയിലിരിക്കെ മരിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അപകട കാരണത്തിൽ എന്താണ് സംഭവിച്ചെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അനുമാനത്തിലേക്ക് എത്താൻ പോലീസിനായിട്ടുണ്ടോ? സുഹൈൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് 65% പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രജിൻലാൽ. ഈ പേരാമ്പ്രയിൽ കാർ കത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് സോന അന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ തന്നെ മരണപ്പെട്ടിരുന്നു. പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് രജിൻലാലിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. എന്നാൽ ഇന്ന് വൈകിട്ട് 5:30 രജിൻലാൽ മരണപ്പെട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രജിൻലാലിന്റെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് എങ്ങനെയാണ് കാർ കത്തിയതെന്ന് തനിക്കറിയില്ല. പെട്രോളും കന്നാസും എങ്ങനെയാണ് ഇതിലേക്ക് എന്തായാലും അന്ന് കാർ കത്തി മരിച്ച സോനയുടെ ഭർത്താവ് രജിൻലാൽ ചികിത്സയിലിരിക്കെ മരിച്ചിരിക്കുന്ന വാർത്ത വരുന്നു.